എന്തോന്നാണ് ഗൈസ് ഈ പള്ളി ചട്ടമ്പി ചട്ടമ്പി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എന്തോന്ന് മറ്റേ ക്രിസ്റ്റഫർ പോത്തൻ പോത്തൻ മാവ എന്നൊക്കെ ഇടേണ്ട പേരായിരുന്നു പള്ളി ചട്ടമ്പി എന്നൊക്കെ എടുത്തിരിക്കുന്നത്. ഈ മേളിൽ നിന്നൊരു മരത്തിൽ നിന്നൊരു തടി വീണിട്ട് കിടന്ന് തള്ളുന്നൊരു പരിപാടി ഉണ്ട്. അതായത് ഇവിടെ ഇത്രയും വലിയ കലാപം നടക്കുമ്പോൾ ടോവിനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ ഒപ്പം ഈ ടോവിനേക്ക് ആ ഊഞ്ഞാൽ തള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം ബാബുരാജും കൂടെ ചേർന്ന് തള്ളാൻ ശ്രമിക്കുന്നത്. പഴയ കാലത്തെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് വെച്ചിട്ടൊരു കാര്യവുമില്ല. ഈ പഴയ കുറെ കാസ്റ്റിങ്ങും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ട് വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. അവന്റെ മീശ വരെ ഇളകി താഴെ പോകുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ചെയ്തിരിക്കുന്ന പൃഥ്വിന്റെ ക്യാമിയോ റോൾ ഉണ്ട്. ആ താടി എന്ന് പറയുന്ന ക്രിസ്മസ് പൂവിന്റെ താടിയും വെച്ചിട്ട് ഹേ ഗൈസ്, വെൽക്കം ടു റിയൽ ഗാഫർ ടോക്സ്. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി. ഇപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടോവിനോ അഭിനയിച്ച പുത്തൻ ചിത്രം, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമ പള്ളിച്ചട്ടമ്പി. പേര് പോലെ തന്നെ ഒരു തല്ലുപടം തന്നെയാണ് പള്ളിച്ചട്ടമ്പി. സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്ന് ഒട്ടും മാറ്റമില്ലാത്ത ഒരു സ്ഥിരം തല്ലുകഥ. അതായത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു വരത്തനെ ഈ നാട്ടിൽ നിന്ന് പുറം നാട്ടിൽ നിന്ന് ഒരു വരത്തനെ കൊണ്ടുവരുന്നു. ആ പ്രശ്നം ഒരിക്കലും ഈ നാട്ടുകാരുമായിട്ട് ആദ്യം ഒത്തുചേരാത്ത വിധം നാട്ടുകാർ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഒടുക്കം നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നു. കഥയുടെ പകുതിയായി മാറുമ്പോൾ നാട്ടുകാർക്ക് ഈ വരത്തൻ ഒരു ശത്രുവായി മാറുന്നു. ഒടുക്കം നാട്ടിൽ നിന്നും ഈ വരത്തൻ തിരിച്ച് പോകേണ്ട സാഹചര്യം വരുന്നു. നാട്ടിൽ വീണ്ടും ഒരു പ്രശ്നമോ കലാപമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ വരത്തൻ രക്ഷകനായി തിരിച്ചെത്തുന്നു. ഇതുപോലുള്ള സ്ഥിരം ടെംപ്ലേറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ ടെക്നിക്കാലിറ്റീസ്, അതായത് ഫസ്റ്റ് ഞാനൊരു പീരിയോഡിക് ഡ്രാമ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്. അതായത് നമ്മളെ പ്ലോട്ട്, നമ്മളെ കഥ നടക്കുന്ന സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആർട്ട് ഡയറക്ടർ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി നല്ലൊരു കോസ്റ്റ്യൂമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥാപാത്രങ്ങൾക്കുള്ള മേക്കപ്പ് മാനും ഈ കോസ്റ്റ്യൂമിനും ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഈ കഥ നടക്കുന്ന കഥാപാത്രങ്ങൾ ശരിക്കും ആ 1957 കാലഘട്ടമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് ആർട്ടാണെങ്കിൽ പല ഷോട്ടുകൾക്കും ആർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പല ഷോട്ടുകളും കൊള്ളാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ കാലഘട്ടത്തിലോട്ട് എത്താൻ പറ്റിയില്ല. രണ്ടാമത് ഇതിൻ്റെ കോസ്റ്റ്യൂം, പല ഫാബ്രിക്കുകളും ഭയങ്കര ഇന്നത്തെ കാലത്തെ ഫാബ്രിക്സ് എടുത്തിട്ട് അന്നത്തെ കാലം ചെയ്യാതിരുന്ന ഒന്നും നടക്കത്തില്ല. അത് അന്നത്തെ കാലത്തിലോട്ട് ആ ഫാബ്രിക്സുകളൊന്ന് കൺവേർട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പല ഫാബ്രിക്സുകളും എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് അന്നത്തെ പാറ്റേൺ ഓഫ് കട്ടിങ് ആണെങ്കിലും അന്നത്തെ ടൈപ്പ് ഓഫ് ജുബ്ബ ആണെങ്കിലും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അധികം സ്റ്റഡി ചെയ്യാതെയൊക്കെയാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് കോസ്റ്റ്യൂമർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല ഇതിൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി. കുറച്ച് ഓഫ് ടോണുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ കാലഘട്ടത്തോട് നമ്മൾ അടുത്ത് എത്തുന്ന രീതിയിലോട്ട് കോസ്റ്റ്യൂം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ടൈലറിങ് ആണെങ്കിലും അന്നത്തെ കട്ടിങ് ആണെങ്കിലും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഓരോ ഷർട്ടാണെങ്കിലും ഒരു ജുബ്ബയാണെങ്കിലും അന്നത്തെ കട്ടിങ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അറിയാത്തൊരു കോസ്റ്റ്യൂമറാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് മേക്കപ്പ് ഒരിക്കലും ഒരു കഥാപാത്രങ്ങൾക്കും ബ്ലെൻഡ് ആവാത്ത രീതിയിലാണ്. ഐബ്രോ ആണെങ്കിലും ടോവിനൊക്കെ വെച്ചിരിക്കുന്ന ഐബ്രോ എനിക്ക് എടുത്തറിയാൻ പറ്റും. ഒരു ബിഗ് സ്ക്രീനിൽ വരുമ്പം ഈസി ആയിട്ട് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളെ പൃഥ്വിന്ന് വെച്ച 2 ലുക്കുകളുണ്ട്. രണ്ടാമത്തെ ലുക്കിൽ വരുമ്പോൾ നമ്മളെ ഫേസിലൊന്നും അധികം ഷെയ്ഡ്സ് ഒന്നും മാറുന്നില്ല, ഒരു ഏജ് ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ അവിടെ ഒരു വലിയ താടിയൊക്കെ വെച്ച് ക്രിസ്മസ് അപ്പൂനെ മാതിരി ഒരു താടിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിനനുസരിച്ചിട്ട് ഫേസിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു മേക്കപ്പിൻ്റെ പരാജയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് എനിക്ക് ഈ 1957 കാലഘട്ടം അവർ ചെയ്തപ്പോൾ എനിക്ക് അധികം ഇഷ്ടമായിട്ടില്ലാത്ത ഒരു കാറ്റഗറി. അടുത്ത സിനിമോട്ടോഗ്രഫി പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒത്തുചേരാത്തത് കൊണ്ടായിരിക്കണം സിനിമോട്ടോഗ്രഫിക്ക് അത്രയും റിച്ച്നെസ് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമുക്ക് എവിടെ നല്ല ഫ്രെയിം വെച്ചാലും നമുക്ക് കിട്ടും. അത് കാര്യം വെച്ചാൽ അത്യാവശ്യം ഒരു ഒരു വൈറ്റ് ഫ്രെയിമിലൊക്കെ അത്യാവശ്യം നല്ല ഫ്രെയിമുകൾ കിട്ടും. പക്ഷേ കാലഘട്ടം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം ആൾക്കാരുടെ സപ്പോർട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള സ്റ്റോറിയൊന്നുമല്ല. ഈ കഥ പറയുന്നത് 1957 നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിസഭ രൂപപ്പെടുന്നു.
EMS അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കാലം. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വർഗീയതയും ഇതിന് എഗെയിൻസ്റ്റായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് കമ്മ്യൂണിസത്തോട് വലിയ താല്പര്യമില്ലായ്മയും ഇവർ ചെകുത്താനെന്ന് മുദ്ര കുത്തുന്ന ഒരു ക്രിസ്ത്യാനി സമൂഹം അവർക്ക് അവരുടെ സഭയിൽ ഉള്ള ആൾക്കാർക്ക് കമ്മ്യൂണിസത്തിനെ എതിർത്ത് തീർക്കാൻ കഴിയുന്നില്ല. അപ്പം പുറം നാട്ടിൽ നിന്ന് ഒരു വരത്തനെ കൊണ്ടുവരാൻ സഭ തീരുമാനിക്കുന്നു. ആ വരത്തനായിട്ടാണ് നമ്മളെ ടോവിനോ വരുന്നത്. പക്ഷേ ടോവിനോ ഒരു കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലാണ്. ടോവിനോയുടെ ശരിക്കുള്ള പേര് കൃഷ്ണപിള്ള. അങ്ങനെ വരത്തന സ്ഥിരം പാറ്റേൺ ആകുമ്പോൾ വരത്തനെ കൊണ്ടുവരുമ്പം വരത്തിന് അത്രയും അതിശക്തനായിട്ടൊരു വരത്തനെ തന്നെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റണം. പേര് മാറ്റി കൊണ്ടുവരുന്നത് ക്രിസ്റ്റഫർ പോത്തൻ എന്ന് പറഞ്ഞ ഒരു പേര് അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ പള്ളിക്കാരനായിട്ട് ഈ നാട്ടിൽ വന്നിട്ട് നാട്ടുകാരുടെ പ്രീതിയൊക്കെ പറ്റി ഈ നാട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റെ മൊത്തം തുടച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു പള്ളിച്ചട്ടമ്പി ആയിട്ടാണ് നമ്മളെ ടോവിനോ വരുന്നത്. കൈലു ലോഹ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഇതിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇവരെ കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയത്തില്ല. റെബേക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു KPC-യുടെ നാടകമൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെയാണ് ഈ നായികയുടെ ഫേസൊക്കെ റിവീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് പഞ്ചൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഈ ഫേസ് റിവീൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഒരു ഗ്ലാമറസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തൂടെ ഇല്ല. എന്തിനാണ് ആ ഒരു ഡയലോഗ് തുടങ്ങും പോലും ലിപ്സിങ്ക് പെർഫെക്റ്റ് അല്ല. കാര്യം വെച്ചാൽ നമ്മളെ മലയാളത്തിൽ നിന്നും നടിമാരില്ലാത്തത് കൊണ്ടാണോ കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു തല്ല് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് കാണാനായിട്ടോ ഒരു കാര്യങ്ങളും എനിക്ക് ഫീൽ ആയിട്ടില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ആ കാലഘട്ടം എനിക്ക് കോസ്റ്റ്യൂം, മേക്കപ്പ്, സിനിമോട്ടോഗ്രഫി അടക്കമുള്ള ഒരു കാലഘട്ടം എനിക്ക് സെറ്റായിട്ടില്ല. മൂന്നാമത്തെ എനിക്ക് സ്ക്രിപ്റ്റ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഈ പള്ളിച്ചട്ടമ്പിക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിൽ എനിക്കൊന്നും പറയാൻ തന്നെ ഇല്ല. പിന്നെ ഇതിനകത്ത് ഉള്ള എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് KGF വരും, ചിലയിടത്ത് വേറൊരു ട്രെൻഡ് വരും. അങ്ങനെ പല സീനുകളും പല രീതിയിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിലും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പല നമ്മുടെ ആക്ഷൻ സീനുകളും ഭയങ്കര അമച്വറായിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്പെഷ്യലി എനിക്ക് ക്ലൈമാക്സ് സീനുകളിൽ ആ ബോട്ട് ക്യാമറ ഇട്ട് എടുത്തത് ഭയങ്കരമായിട്ട് സൂപ്പർ ഹീറോ മൂവിയാണോ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പോകും. അപ്പോൾ പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. എഡിറ്റിൻ്റെ കാരണം കൊണ്ടാണോ കട്ടായിപ്പോയത്? ചില ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ കൊള്ളാം, പക്ഷേ കഥാപാത്രങ്ങൾക്കൊരു ഗൂസ് ബംസ് കിട്ടുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനെക്കുറിച്ചും എനിക്കൊരു ആവറേജ് ഇല്ലെങ്കിൽ ബിലോ ആവറേജ് എനിക്ക് പറയാനേ എനിക്കുള്ളൂ. ചിലപ്പോൾ പടത്തിൻ്റെ സമയക്രമം കൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. 8 വർഷം മുന്നേ എപ്പോഴോ കമ്മിറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ ഒരു അവിഞ്ഞ പടം എന്ന് വേണമെങ്കിൽ പറയാം.